ദേശാഭിമാനി നമ്മുടെ നാടിൻ്റെ നവോത്ഥാന മുന്നേറ്റങ്ങളുടെയും രാഷ്ട്രീയ പുരോഗമന പ്രസ്ഥാനങ്ങളുടെയും പാരമ്പര്യം ഉൾക്കൊള്ളുന്ന പത്രമാണ്. നാടിനെ പുരോഗമനോന്മുഖമായി മുന്നോട്ട് നയിക്കുന്നതിന് ദേശാഭിമാനി എപ്പോഴും ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നാടിനെ പിന്നോട്ടടിപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രതിരോധ ശക്തികൾക്കെതിരെ അവരെ ശരിയായ രീതിയിൽ തുറന്നു കാട്ടാൻ ദേശാഭിമാനി എല്ലാ ഘട്ടത്തിലും ജാഗ്രത കാണിച്ചിട്ടുണ്ട്. ഇവിടെ ബ്രിട്ടീഷ് രാജിനെതിരെയും രാജഭാഷയ്ക്കെതിരെയും ദിവാന്റെ അമിതാധികാര ഭാഷയ്ക്കെതിരെയുമെല്ലാം നിർഭയത്തോടെ ശക്തമായി തന്നെ പ്രതികരിച്ച ചരിത്രമാണ് ദേശാഭിമാനി. സ്വതന്ത്ര ഇന്ത്യയിൽ അഴിമതിക്കെതിരെ, മുതലാളിത്ത സാമ്പത്തിക നയങ്ങൾക്കെതിരെ, വർഗീയതയ്ക്കെതിരെ, അമിതാധികാര വാഴ്ചയ്ക്കെതിരെ എല്ലാം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ദേശാഭിമാനിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായ കാര്യം പൊതുസമൂഹത്തിൻ്റെയും പൊതുജനങ്ങളുടെയും താല്പര്യത്തിനൊപ്പം എല്ലാ കാലത്തും ദേശാഭിമാനി കൊണ്ടുവന്നത്. അത് തന്നെയാണ് ജനസ്വീകാര്യതയുടെ അടിസ്ഥാനം. ഇതോടൊപ്പം മലയാള ഭാഷയുടെ വളർച്ചയ്ക്കും പ്രചാരണത്തിനും വലിയ സംഭാവനയാണ് ഒരു പത്രമെന്ന നിലയ്ക്ക് ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. ചെറുകാടിനെ പോലുള്ള മഹാപ്രതിഭകളുടെ ജനകീയ കൃതികൾ ദേശാഭിമാനിയാണ് പ്രസിദ്ധീകരിച്ചത്. ആ പൈതൃകത്തിൻ്റെ തുടർച്ചയായി സാഹിത്യകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിലും മികച്ച സാഹിത്യ സൃഷ്ടികൾ പ്രസിദ്ധീകരിക്കുന്നതിലുമെല്ലാം ദേശാഭിമാനിയും അനുബന്ധ പ്രസിദ്ധീകരണങ്ങളും ഇന്നും നല്ല ശ്രദ്ധയാണ് പുലർത്തിപ്പോരുന്നത്. അതിൻ്റെയെല്ലാം ഭാഗമായാണ് ദേശാഭിമാനി ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ സാഹിത്യ പുരസ്കാരം. ദേശാഭിമാനി പത്രം സാഹിത്യ പുരസ്കാരം നൽകുമ്പോൾ അതിൻ്റെതായ പ്രത്യേകമായ ഒരു ഔചിത്യ ഭംഗിയെ കല്ലച്ചിൽ അച്ചടിച്ചു തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അച്ചടിക്കുന്നതിലേക്ക് എത്തിച്ചേർന്ന ദേശാഭിമാനി ആധുനിക മലയാള സാഹിത്യവും കെട്ടിയുയർത്തപ്പെട്ടത് ഒരേ അടിത്തറയിലാണ് എന്ന് പറയാം. ഇരുണ്ട കാലത്തിൽ നിന്നും നാടിനെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ നവോത്ഥാന പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അടിത്തറയിലാണ് ഇവ രണ്ടും പടുത്തുയർത്തപ്പെട്ടത്. ദേശാഭിമാനിയുടെ ചരിത്രത്തിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. 1942 വാരികയായാണ് ദേശാഭിമാനി പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. അതിനു മുൻപ് തന്നെ തൊഴിലാളി വർഗ ആഭിമുഖ്യത്തിലുള്ള പത്രങ്ങളും പ്രസിദ്ധീകരണങ്ങളും മലയാളത്തിലുണ്ടായിരുന്നു. സാമ്രാജ്യത്വത്തിനും അമിതാധികാര പ്രവണതകൾക്കുമെതിരെ ശബ്ദിച്ചതിൻ്റെ പേരിൽ നടപടികൾ നേരിടുകയും പൂട്ടിപ്പോവുകയും ചെയ്തവയായിരുന്നു അവയിൽ പലതും.
ദേശാഭിമാനിയുടെ പൂർവഗാമിയായ പ്രഭാതത്തിൻ്റെ ചരിത്രം തന്നെ ഒരു ഉദാഹരണമാണ്. പ്രഭാതം EMSന്റെ പത്രാധിപത്യത്തിൽ 1935 അച്ചടിച്ചു തുടങ്ങുന്നത്. ചൂരം പരമേശ്വരന്റെ ആത്മനാഥം എന്ന കവിത പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിലാണ് അതിന് വിലക്ക് നേരിടേണ്ടി വന്നത്. 1938 കോഴിക്കോട് നിന്നും പത്രം വീണ്ടും പ്രസിദ്ധീകരണം ആരംഭിച്ചു. പക്ഷേ രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ട കാലത്ത് വീണ്ടും നിരോധിക്കപ്പെട്ടു. പ്രഭാതം സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടുകളിൽ നിന്നും മുന്നോട്ട് പോവുകയായിരുന്നു ദേശാഭിമാനി. അതിൻ്റെ പേരിൽ പലപ്പോഴും വിലക്കുകൾ, നിരോധനങ്ങൾ എല്ലാം നേരിടേണ്ടി വന്നു. കൊച്ചി സർക്കാർ ഒരു തവണ, തിരുവിതാംകൂർ ദിവാൻ ഭരണം 2 തവണ ദേശാഭിമാനിയെ നിരോധിച്ചിട്ടുണ്ട്. കയ്യൂർ സഖാക്കളെ തൂക്കിലേറ്റിയപ്പോൾ തൂക്കുമരത്തിൻ്റെ വിളി എന്ന പേരിൽ ഒരു മുഖപ്രസംഗം ദേശാഭിമാനി എഴുതുകയുണ്ടായി. അതിന് ബ്രിട്ടീഷ് ഗവൺമെൻറ് കടുത്ത പിഴയായിരുന്നു ചുമത്തിയത്. ആ പിഴയെയും അതിജീവിച്ച് ദേശാഭിമാനി പ്രസിദ്ധീകരണം പോകുന്നു. 1946 ദിനപത്രമായി ദേശാഭിമാനി അച്ചടിച്ചു തുടങ്ങുന്നത്. 1947 തന്നെ മദ്രാസ് ഗവൺമെൻറ് പൊതുസുരക്ഷാ നിയമം ഉപയോഗിച്ച് പത്രത്തെ വീണ്ടും വേട്ടയാടി. പത്രാധിപ സമിതി അംഗങ്ങൾ മുതൽ ലേഖകർ വരെ ജയിലിലടക്കപ്പെട്ടു. മലബാർ കലാപത്തിൻ്റെ 25ാം വാർഷികത്തിൽ ആഹ്വാനവും താക്കീതും എന്ന പേരിൽ EMSന്റെ ലേഖനം പ്രസിദ്ധീകരിച്ചതിന് പത്രം വീണ്ടും വേട്ടയാടപ്പെട്ടു. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ സാധാരണക്കാരുടെ വിഷയങ്ങൾ ഇത്രയേറെ കാര്യക്ഷമതയോടെ ഏറ്റെടുത്ത മറ്റൊരു പത്രം ഉണ്ടാവില്ല. പട്ടിണി, ദാരിദ്ര്യം, സാമൂഹികവും സാമ്പത്തികവുമായ വിവേചനം എന്നിവയെല്ലാം വർഗീയത കൊണ്ട് മറച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ദേശാഭിമാനി നിരന്തരം ശബ്ദിച്ചു. ഈ പത്രം ഇല്ലായിരുന്നുവെങ്കിൽ കേരളം അറിയാതെ പോകുമായിരുന്ന എത്രയോ വാർത്തകൾ ഉണ്ടാകുമായിരുന്നു. നക്സലേറ്റ് വർഗീസിനെ പോലീസുകാർ കൊലപ്പെടുത്തിയതാണ് എന്ന സത്യം പുറത്തു കൊണ്ടുവന്നത് ദേശാഭിമാനിയാണ്. REC വിദ്യാർത്ഥിയായ രാജനെ അതിക്രൂരമായി ഉരുട്ടിക്കൊല്ലുകയായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് എന്നത് പുറത്തു കൊണ്ടുവന്നതും ദേശാഭിമാനിയാണ്. അനീതികളോട് എതിർക്കുന്ന പാരമ്പര്യം ദേശാഭിമാനി ഇപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നത് നമുക്കറിയാവുന്നതാണ്. മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായ നമ്മുടെ രാജ്യത്തെ ഒരു മതരാഷ്ട്രമെന്ന നിലയിലേക്ക് മാറ്റി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ രാജ്യത്ത് അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ബാബറി മസ്ജിദ് ഹിന്ദുത്വ വർഗീയവാദികളാൽ തകർക്കപ്പെട്ടത് നാം എല്ലാവരും ഓർക്കുന്ന കാര്യമാണ്. അവിടെ തന്നെ കേന്ദ്രമാക്കി പിന്നെയും ഒരു വർഗീയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഉയർത്താൻ കഴിയുമോ എന്ന് ഭരണ നേതൃത്വത്തിൻ്റെ
കാർമ്മികത്വത്തിൽ ശ്രമങ്ങൾ നടക്കുന്നതും നാം കാണുകയാണ്. പൗരസമൂഹത്തിലെ ഒരു വിഭാഗത്തെ പുറത്താക്കാൻ മാത്രം വഴിവെക്കുന്നതാണ് പൗരത്വ നിയമ ഭേദഗതി. അത് ഉടൻ നടപ്പാക്കും എന്ന പ്രഖ്യാപനം നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഈ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കില്ല എന്ന് ആ ഭേദഗതി വന്ന ഉടനെ തന്നെ പ്രഖ്യാപിച്ച സർക്കാരാണ് കേരളത്തിലെ LDF സർക്കാർ. ഇപ്പോഴും നാം അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഇത്തരത്തിലുള്ള തുടർച്ചയായി വിപത്തുകളുടെ കീഴിക്കെട്ടുയരുന്നത് നാം ഗൗരവമായി കാണേണ്ടതുണ്ട്. ഇതിനെല്ലാം ജനങ്ങളെ നിരന്തരം ജാഗ്രതപ്പെടുന്ന സമീപനമാണ് ദേശാഭിമാനി എല്ലാ കാലത്തും പുലർത്തിപ്പോരുന്നത്. അധികാരവും പൗരോഹിത്യവും കൂട്ടുചേർന്നാൽ രാജ്യത്തുണ്ടായേക്കാവുന്ന ദുരന്ത ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ ചരിത്രത്തിലെമ്പാടുമുണ്ട്. ആ പ്രാകൃത കാലത്തേക്ക് നാടിനെ നയിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനെതിരെ തുറന്നെഴുതാൻ, സധൈര്യം പ്രതികരിക്കാൻ അപൂർവം ചില മാധ്യമങ്ങൾ മാത്രമേ തയ്യാറാവുന്നുള്ളൂ എന്നത് നമ്മുടെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. ആ അപൂർവം മാധ്യമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്താണ് ദേശാഭിമാനി നിൽക്കുന്നത്. ആ രാഷ്ട്രീയ പൈതൃകം ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ ദേശാഭിമാനിക്ക് കഴിയണം എന്നതാണ് ഈ ഘട്ടത്തിൽ പ്രത്യേകമായി പറയാനുള്ളത്. നമ്മുടെ മലയാള സാഹിത്യത്തിന് എല്ലാ ഘട്ടത്തിലും ആഭിമുഖ്യം മാനവികതയോട് തന്നെയാണ്. അതിനെ വലിയ തോതിൽ ശക്തിപ്പെടുത്തി പോന്ന ചരിത്രമാണ് ദേശാഭിമാനിക്കുള്ളത്. ആ ചരിത്രത്തിൻ്റെ തുടർച്ചയായാണ് നല്ല കൃതികൾ എഴുതുന്ന പ്രതിഭകളെ ആദരിക്കുന്നതിനുള്ള ദേശാഭിമാനി അവാർഡ്. നോബൽ വിഭാഗത്തിൽ ഇത്തവണത്തെ ദേശാഭിമാനി സാഹിത്യ പുരസ്കാരത്തിന് അർഹമായിരിക്കുന്നത് ശ്രീ TD രാമകൃഷ്ണന്റെ പച്ച, മഞ്ഞ, ചുവപ്പ് എന്ന നോവല്. 1995 സേലത്തിനടുത്ത് നടന്ന ഒരു ട്രെയിൻ അപകടത്തെ അധികരിച്ച് എഴുതപ്പെട്ട ഈ പുസ്തകം ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രവും വർത്തമാനവും നമുക്ക് കാട്ടിത്തരികയാണ്. ഈ നോവലിൻ്റെ വരവിന് മുൻപ് തന്നെ മലയാളത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട എഴുത്തുകാരനാണ് TD രാമകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി, ഫ്രാൻസിസ് ചെട്ടിക്കോര, ഈ നോവലുകൾ ഏറെ വായിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുകയാണ്. സിറാജ് ഉന്നീസ പോലെയുള്ള ശ്രദ്ധേയമായ രാഷ്ട്രീയ കഥകളും അദ്ദേഹത്തിൻ്റെതായിരുന്നു. എന്നും പുരോഗമനപക്ഷം ചേർന്നു നിന്ന് സഞ്ചരിച്ചിട്ടുള്ള TD രാമകൃഷ്ണന്റെ സാഹിത്യമണ്ഡലം കേരളത്തിലോ മലയാളത്തിലോ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നില്ല. ശ്രീലങ്കൻ, തമിഴ് വംശജരായ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് എത്തിക്കുന്നതിലും ശ്രദ്ധേയമായ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ആ നിലക്ക് മലയാള ഭാഷയുടെയും
സാഹിത്യത്തിൻ്റെയും വളർച്ചയ്ക്ക് തൻ്റേതായ സംഭാവനകൾ നൽകുന്ന സാഹിത്യകാരനാണ് ടി.ഡി. രാമകൃഷ്ണൻ. കവിതാ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് നൃത്തശാല എന്ന കൃതിയുടെ രചയിതാവായ വിഷ്ണുപ്രസാദാണ്. ബ്ലോഗുകൾ സജീവമായ കാലത്ത് മലയാള കവിതയിലേക്ക് കടന്നു വന്ന കവിയാണ് വിഷ്ണുപ്രസാദ്. പിന്നീട് മലയാള കവിതാ സാഹിത്യത്തിൽ ശ്രദ്ധേയമായ ഒരിടം അദ്ദേഹം നേടി. മനുഷ്യാവസ്ഥകളോട് ആഭിമുഖ്യം പുലർത്തുന്ന കവിതകളാണ് വിഷ്ണുപ്രസാദിൻ്റേത്. കഥാപുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് എഴുത്തുകാരി വി.കെ. ദീപയാണ്. വുമൺ ഈറ്റേഴ്സ് എന്ന കഥാസമാഹാരമാണ് പുരസ്കാരത്തിന് അർഹമായിരിക്കുന്നത്. യാഥാർത്ഥ്യവും ഫാൻറ്റസിയും ഇടകലരുന്നതാണ് വി.കെ. ദീപയുടെ കഥകൾ. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ മലയാള ചെറുകഥാ സാഹിത്യത്തിൽ ശ്രദ്ധ നേടാൻ വി.കെ. ദീപയ്ക്ക് കഴിഞ്ഞുവെന്നത് എടുത്തു പറയേണ്ടതാണ്. ഈ 3 പുരസ്കാര ജേതാക്കളെയും ഒരിക്കൽ കൂടി ആർദ്രമായി അഭിനന്ദിക്കട്ടെ. അവാർഡ് ജേതാക്കളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങളുടെ കൈകളിലേക്ക് ദേശാഭിമാനി പുരസ്കാരം എത്തിച്ചേരുമ്പോൾ അംഗീകാരത്തിന് പുറമെ ഒരു ഉത്തരവാദിത്വം കൂടി നിങ്ങളെ തേടിയെത്തുകയാണ്. സമൂഹത്തെ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് നയിക്കാൻ ഉതകുന്ന സർഗാത്മകമായ ഇടപെടലുകൾ നടത്തുന്നതിനുള്ള ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിങ്ങൾക്ക് നിർവഹിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കലയ്ക്കു വേണ്ടിയോ സമൂഹത്തിനു വേണ്ടിയോ എന്ന ചോദ്യം ഈ അവസരത്തിൽ ഉയർന്നു വന്നേക്കാം. പുരോഗമനോന്മുഖമായി നീങ്ങുന്ന സമൂഹത്തിൽ മാത്രമേ കലയും സാഹിത്യ സൃഷ്ടികളും ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യം മറന്നു പോകരുത്. ഫാൽസവും ഏകാധിപത്യവും ഉയർന്നു വന്നിടങ്ങളിലെല്ലാം ആദ്യം നശിപ്പിക്കപ്പെട്ടത് പുസ്തക ശേഖരങ്ങളാണ് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ സാമൂഹ്യ പുരോഗതിക്കായി നിലകൊള്ളുന്നതിലൂടെ കലയുടെയും സാഹിത്യത്തിൻ്റെയും നിലനിൽപ്പിനെയും വളർച്ചയെയും സഹായിക്കുക കൂടിയാണ് ചെയ്യുന്നത്. എം കൽബുർഗിയെയും തപോൽക്കറേയും ഗൗരി ലങ്കേഷിനെയും ഗോവിന്ദ് പൻസാരെയും പോലുള്ള എഴുത്തുകാർ വെടിയുണ്ടയേറ്റ് പിടഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യങ്ങൾ നാം നമ്മുടെ മനസ്സിൽ വേദനയോടെ കൊണ്ടു നടക്കുന്നതാണ്. സാംസ്കാരിക വൈവിധ്യങ്ങളെ തകർത്തുകൊണ്ട് ഏകശിലാരൂപത്തിലേക്ക് നമ്മുടെ നാടിനെ ചുരുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നൊരു കാലമാണിത്. ഒരു ഭാഷ, ഒരു വേഷം, ഒരു ഭക്ഷണം, ഒരു മതം, ഇങ്ങനെയാണ് ആ മുദ്രാവാക്യങ്ങൾ പോകുന്നത്. അത്തരം ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കേണ്ട ഈ ഘട്ടത്തിൽ എഴുത്തുകാർക്ക് ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്വം വളരെ വലുതാണ്. വൈവിധ്യങ്ങളെ തകർക്കാനുള്ള ഫാസിസ്റ്റ് സ്വഭാവത്തിലുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നത് സാംസ്കാരികതയല്ല, സംസ്കാര വിരുദ്ധതയാണ്. സംസ്കാരം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ തോക്കെടുക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞത് ഹിറ്റ്ലറുടെ പിന്തുണക്കാരനാണ്. അയാളുടെ മനോഭാവത്തിന് സാംസ്കാരികതയിൽ ഇടമില്ല. ഇന്ന് നമ്മുടെ നാട്ടിലെ സാംസ്കാരിക പ്രവർത്തകരിൽ ചിലർ വർഗീയതയുടെ രാഷ്ട്രീയത്തോട് കൂട്ടുചേരുന്നത് അഭിമാനമായി കാണുമ്പോൾ ഈ ചരിത്രം ഓർമ്മിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക സംസ്കാരത്തിനെതിരെയുള്ള നീക്കം ആ സംസ്കാരത്തിനെതിരെ മാത്രമല്ല,
ബഹുവർണ്ണശബളമായ നമ്മുടെ സംസ്കാരത്തിനാകെ എതിരെയുള്ളതാണ് എന്ന് കാണണം. മനുഷ്യത്വത്തിനെതിരായത് കൂടിയാണ്. സാഹിത്യകാരൻ മർത്യ സംസ്കാരത്തിൻ്റെ കാവലാളാവണം. ആ സംസ്കാരത്തിൻ്റെ സത്ത, മനുഷ്യ സ്നേഹത്തിൻ്റെ സത്ത എഴുത്തുകളിൽ നിറയട്ടെ. മണ്ണിനോടും മനസ്സിനോടും ബന്ധമുള്ള കൃതികൾ മാത്രമേ കാലത്തെ അതിജീവിക്കൂ എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ദേശാഭിമാനി സാഹിത്യ പുരസ്കാരങ്ങൾ സന്തോഷപൂർവ്വം വിതരണം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദം.